ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ പുതിയ വിശേഷമായിട്ട് വന്നിരിക്കുകയാണ്. നമ്മൾ എവിടെ പോവാണ്? കന്യാകുമാരി പോവാണ്. പിന്നെ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യട്ടെ. നമുക്ക് വല്ലപ്പോഴും കിട്ടുന്ന ഒരു സഹജീവിയാണിത്. ചന്തുചേട്ടൻ നാട്ടിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ചന്തുചേട്ടൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെയും എൻ്റെയും കൂടെ ബെസ്റ്റ് ഫ്രണ്ടാണ്. എൻ്റെ ഒരു ബ്രദർലി അഫെക്ഷനുള്ള ചന്തുചേട്ടൻ്റെ കൊളീഗായിരുന്നു കെ പി ചേട്ടൻ മീൻസ് കൃഷ്ണപ്രസാദ്. കെ പി ചേട്ടൻ്റെ കല്യാണത്തിന് നമ്മൾ പോവാണ്. പുള്ളിക്കാരൻ കന്യാകുമാരി, പ്രോപ്പർ കന്യാകുമാരി അല്ല, ആക്ച്വലി മാർത്താണ്ഡം, എന്നാലും കന്യാകുമാരി തമിഴ്നാടാണ്. നമ്മളവിടെ പോവാം. നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കുറച്ച് നേരമായി. ഇവിടെ ഭയങ്കര പെരുമഴ. ഓക്കെ ഗൈസ്, നമ്മൾ അതിൻ്റെ വഴിയുള്ള വിശേഷങ്ങളൊക്കെ കാണിക്കാം. കന്യാകുമാരി ബ്ലോഗ്. നമ്മളിപ്പോൾ ആക്ച്വലി കൊട്ടാരക്കരയായി. നമുക്ക് കൊട്ടാരക്കരയിൽ നിന്ന് കിച്ചുമോനെ കൂട്ടി വേണം പോവാൻ. കിച്ചു ചന്തുചേട്ടനും കെ പി ചേട്ടനുമാണ് ഒന്നിച്ച് വർക്ക് ചെയ്തത് ബാംഗ്ലൂർ. ഇപ്പം കിച്ചു കോന്നിയിലാണ്, കോന്നി മെഡിക്കൽ കോളേജിലാണ് വർക്ക് ചെയ്യുന്നത്. കെ പി ചേട്ടൻ ഗൾഫിലായിരുന്നു. അപ്പം നമ്മൾ 3 പേരും കൂടാണ് ഒന്നിച്ച പോകുന്നത് കെ പി ചേട്ടൻ്റെ കല്യാണത്തിന്. നമുക്കാളെ കിട്ടി ഗൈസ്, കിച്ചുമോനെ കിട്ടി. ഓക്കെ, എന്താണ് എന്തെങ്കിലും പറയണ കിച്ചു? നമസ്കാരം. കിച്ചു ഇൻട്രോവേർട്ടാ കേട്ടോ. കിച്ചിനി ഒന്നും മിണ്ടത്തില്ല. അല്ല, കിച്ചിനി സെറ്റ് ആയിക്കോളും തുടക്കമായോണ്ട്. ബൈ ബൈ. നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ്. ടോൾ ബൂത്തിന് മുന്നേ നമ്മളൊരു കൊച്ചു ചായക്കട കണ്ടു. അപ്പം വിചാരിച്ചൊരു ചായ കുടിച്ചിട്ട് പോകാമെന്ന്. നമ്മൾ കൊട്ടാരക്കര അവിടെ നിന്ന് ഇങ്ങനെ കയറിയിട്ട് നമ്മൾ എങ്ങും ഇറങ്ങിയിട്ടില്ല, മഴയൊക്കെ കാരണം. ചന്തുചേട്ടൻ കിയക്കൂട്ടനെ സേഫായിട്ട് പാർക്ക് ചെയ്തിട്ട് വരുന്നുണ്ട്. നമ്മളപ്പം ചായ കുടിക്കാനായിട്ട് പോവാം. Fight the fear when I feel like dying. I'm trying to fly high, but I'm not a pilot, can't deny it. There's some days I feel idiotic, just a product of a system where you're lucky just to make $1. That ain't gonna stop me cause my grind's contagious. I'll do what it takes to turn passion to paychecks. And if I go down, ഗൈസ്, നമ്മൾ വന്ന് ഗൈസ്. അയ്യോ, എൻ്റെ വെള്ളം ആയതുകൊണ്ട് പുള്ളിക്ക് കാണാം. അണ്ണേ எங்க இருந்து வரும் എന്തോ കിച്ചു അവര് പറയുന്നേ? ஹே கைஸ், புது மாப்பிள்ளை ஃபேஷியல் பண்ணிட்டு இருக்கேங்க. നമ്മളിവിടെ വന്ന് ഗൈസ് ഹോട്ടലിൽ കയറി ലഗേജൊക്കെ വെച്ചിട്ട് നമ്മളിപ്പം കെ പി ചേട്ടൻ്റെ വീട്ടിലേക്ക് പോവാണ് ഗൈസ്. ചന്തുചേട്ടൻ അവിടെ വണ്ടി എടുക്കുന്നു. പീസാണ്. നമ്മളിപ്പോൾ കെ പി ചേട്ടൻ്റെ വീട്ടിലോട്ട് പോകാം കേട്ടോ. അവിടെ ചെന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കാം. കെ പി ചേട്ടൻ ബ്യൂട്ടി പാർലറിലാണ് ഫേഷ്യൽ ചെയ്യുന്നു. നാളത്തെ കല്യാണത്തിന് പുള്ളി എന്തിനാ ഇന്ന് ഫേഷ്യൽ ചെയ്യുന്നതെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. വെള്ള ഷർട്ട് മാത്രമേ കാണുന്നുള്ളൂ. വന്നു ഗൈസ്, നമ്മൾ
കല്യാണ ചെക്കൻ്റെ വീട്ടിൽ വന്നു ഗായ്സ്. ഞങ്ങള് പോവുക. ഹായ്. എല്ലാരും നമ്മുടെ അമ്മയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ അടിക്കണം, അടിച്ച് പൊട്ടിക്കണം. അത് നമ്മുടെ അവിടെ പേര് നിങ്ങളുടെ അടുത്ത് ഒഴിവാക്കും കേട്ടോ സാധനം. അല്ല നിങ്ങളത് കൊടുക്ക. അത് നീയാന്ന് കലത്തി തന്നു. ഇത് അടപ്പ് വേണോ? മമ്മീനെ കാണിക്കൂ. കണ്ടു. സൂപ്പർ. എല്ലാം കൊള്ളാം, എല്ലാം കൊള്ളാം. ആണോ? ഇത് ആരുടെ സാരിയാ വാവേ? മാമിയുടെ സാരി. അത് ഓക്കെ ഓക്കെ. ഓഹോ. ഓക്കെ ഓക്കെ. ഇത് ആരുടെ മോതിരവാ? അമ്മ നിങ്ങൾ ടെൻഷൻ അടിക്കണം. നമ്മൾ ഈ ശ്വാസം കൊടുക്കുന്ന മറ്റേ മരുന്ന് അടിച്ചിട്ട് അമ്മ കിടക്കണം. ഞാൻ കാര്യം എനിക്ക് ഫണ്ണല്ലേ. എനിക്ക് ഫണ്ണാ. ഈ വീഡിയോ എന്നിട്ട് നീ ഫാർവേഡ് എന്റെ പൂര വോയിസ് എക്സ്പ്രഷൻ കഴിയും കൂടുതൽ ഇതിന് വേണ്ടേ? ഇത് ഗ്രൂം മെയ്ഡാണ്. ഗ്രൂം മെയ്ഡ് എന്ന് വെച്ചാ
കല്യാണത്തിന് ഒരുങ്ങി പോവാണ്. നേരത്തെ ഞാൻ ഒരുങ്ങിയിട്ടില്ല. ചന്ദ്രചേട്ടനാണ് ഫസ്റ്റ്. ഓക്കെ, പൊക്കോ. എങ്ങോട്ടാ പോകുന്നത്? ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മൾ കേൾപ്പിച്ചേട്ടൻ്റെ കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങി റെഡിയായി. പക്ഷെ സെറ്റായില്ലെന്ന് തോന്നുന്നു. കുഴപ്പമില്ല. ഓക്കെ, ചന്ദ്രചേട്ടൻ ഇപ്പം എന്നെ വിളിക്കാൻ വന്നതാണ്. കേൾപ്പിച്ചിട്ട് ഓൾറെഡി ഓഡിറ്റോറിയത്തിൽ വന്നു. നമ്മളപ്പോൾ ഇറങ്ങാൻ തുടങ്ങുകയാണ്. വാ. അന്നത്തെ വണ്ണത്തിൽ കൂടിയല്ലോ. എനിക്ക് ഡൗട്ടുണ്ട്, അയാളെയാണോ എൻ്റെ ആണോ? കൈ കയറുന്നില്ലല്ലേ? അണ്ണച്ചേട്ടനല്ല, ഇത് നിന്റെ. ഓഡിറ്റോറിയത്തിൽ വന്നു. ഇതേതാണ് ഈ പയ്യൻ? ഹായ് മോനിസേ. ഇവരുടെ കല്യാണത്തിൻ്റെ താലികെട്ട് അടുത്തുള്ളൊരു അമ്പലത്തിൽ വെച്ചിട്ടാണ്. അവിടെ പോയി താലി കെട്ടിയതിന് ശേഷമാണ് തിരിച്ച് ഓഡിറ്റോറിയത്തിൽ വന്ന് ബാക്കി കാര്യങ്ങളൊക്കെ ചടങ്ങുകളൊക്കെ നടക്കുന്നത്. ഇപ്പം അമ്പലത്തിലേക്ക് പോകാനായിട്ട് ഇറങ്ങുകയാണ്. ഞാനും കിച്ചും ഇവരുടെ ഫ്രണ്ട്സായിട്ടുള്ള വിഷ്ണു ചേട്ടൻ, പ്രവീൺ ചേട്ടൻ്റെ കൂടെ ഞങ്ങൾ പോകുന്നത് അവരുടെ കാറിൽ. അപ്പം നമുക്ക് വഴിയൊന്നും അറിയില്ല. നമ്മളിങ്ങനെ കണ്ടുപിടിച്ച് ചോദിച്ചും പറഞ്ഞൊക്കെ പോകാനാണ് പ്ലാൻ. പിന്നെ ഒരാൾ കല്യാണച്ചക്കൻ ഇവിടെ എല്ലാവർക്കും ഉമ്മയൊക്കെ വാരി വിതറി ഭയങ്കര ഹാപ്പി ആയിട്ടാണ് പോകുന്നത്. അമ്പലത്തിലാണ് കല്യാണം. ഏതാണ് ഈ തരുണീമണികൾ? അയ്യോ, അറിയാണ്ടില്ല, അവള് പെട്ടുപോയി ഇതില്. എല്ലാരും പെട്ടെന്ന് യൂട്യൂബ് ചാനൽ ഇടാൻ വേണ്ടിയിട്ട് എനിക്ക് മുന്നിൽ നിൽക്കുന്ന എല്ലാവർക്കും നല്ല ഹൈറ്റ് ആയതുകൊണ്ട് എനിക്ക് നല്ലപോലെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതിന് എൻ്റെ സ്നേഹമയ്യായ ഭർത്താവ് പന്തല് പൊളിച്ച് എനിക്ക് വീഡിയോ എടുത്ത് തരുന്ന രംഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എവിടെ കിട്ടും ഇത്രയും നല്ല സപ്പോർട്ടീവായിട്ടുള്ളൊരു ഹസ്ബൻഡിന്? വിളിക്കുന്നതാ എല്ലാവരും ഫോട്ടോ എടുത്തു.
ഹായ് പറഞ്ഞോ. കല്യാണം കഴിഞ്ഞു ഗൈസ്. അവർ കഴിക്കുവാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ചൂടത്ത് അവിടെ നിൽക്കണ്ട, നമുക്ക് നമ്മുടെ റൂമിൽ പോവാം. അവരിറങ്ങാൻ നേരം നമുക്ക് ഇറങ്ങി വരാം. ചന്ദ്രചേട്ടൻ അവരെ വീട്ടിലോട്ട് കൊണ്ടുപോകുന്നത്. നമ്മളിപ്പം ഓഡിറ്റോറിയത്തിൻ്റെ ഫ്രണ്ടിലൊരു കുഞ്ഞിക്കടയിൽ വെള്ളം കുടിക്കാൻ മേടിക്കാൻ വന്നതാണ്. ഭയങ്കര ചൂട്. സാരി കൊടുത്തോണ്ടാന്ന് അറിയത്തില്ല, പക്ഷെ ഭയങ്കര ചൂട്. അല്ല, ചന്ദ്രചേട്ടനും ചൂടുണ്ട്, അപ്പോൾ സാരിയുടെ അല്ല. ഭയങ്കര ചൂടെന്ന് വെച്ചാൽ ഭയങ്കര ചൂട് ഇവിടെ. നമ്മൾ കെപ്പിച്ചേട്ടന്റെ റിസപ്ഷന് പോവാണ് ഗൈസ്. ഇത് കഴിഞ്ഞില്ല ഗൈസ്. ഞങ്ങളുടെ ഡ്രസ്സൊക്കെ മാറി, പക്ഷെ ചന്ദ്രചേട്ടൻ ഡ്രസ്സ് മാറിയില്ല. ഡ്രസ് ഇല്ലെന്ന്. മുണ്ട് മാറി പാൻറ് ഇട്ടു. എന്നിട്ട് ട്രെൻഡാണ്. അവിടെ എല്ലാ വിൻഡോയും ഓപ്പണാണ്. ഒരു ഹായ് പറ, ഒരു ഹായ് പറ, ഒരു ഹായ് പറ. നിങ്ങളിപ്പോ പറഞ്ഞത് ഓക്കെ ഗായ്സ്, കല്യാണം കഴിഞ്ഞിരിക്കുകയാണ് ഗായ്സ്. കല്യാണം കഴിഞ്ഞു. ബാക്ക് ടു ഹോം. യാ വി ആർ ഗോയിങ്. ചേട്ടാ നാളെ രാവിലെ പോളൂ. ഇവര് നാളെ രാവിലെ പോളൂ. ആ, ഒരു ബൈക്കാ. അവനെ ആരോടാ? 16 കിലോമീറ്റർ. പൊന്മുടി. പൊന്മുടി നമ്മുടെ അവിടെ. നമ്മളോടോ? നമ്മുടെ അവിടെ എവിടെ? നമ്മൾ പോകുന്ന വഴിക്ക്. ഇതെനിക്കൊന്ന് ഡാമിന്റെ റോഡ് കൊണ്ടാന്ന് തോന്നുന്നു. കുലിക്കാതെ കൊണ്ടുപോകും. നമ്മള് വീട്ടിൽ പോണ് ഗൈസ്. അതെ, അമ്പരചുംബികളായ മലകളും ഒരു ചേച്ചി സ്കൂട്ടറിൽ ഹെൽമെറ്റ് ഇട്ട് പുറകിലിരുന്ന് പോകുന്നു. അതിനർത്ഥം മുന്നിൽ ഓടിക്കാൻ വേറെ ആളുണ്ടെന്നാണ്. ആരും ഭയപ്പെടണ്ട, ജാഗ്രത മതി. ഭയം വേണ്ട, ജാഗ്രത മതി. പക്ഷെ ഇത് നല്ല റോഡാണ് ഗൈസ്. ഭയങ്കര വളവാണ് ഗൈസ്. തല കറങ്ങും. നല്ല റോഡാണ്, പക്ഷെ ഹൈവേ ആയിരുന്നു. ഇന്ന് ഞങ്ങൾ ക്ഷത്രിയന്മാരാണ് ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മൾ കൊട്ടാരക്കര വന്നു. ബൈ. നെക്സ്റ്റ് ബ്ലോഗിൽ നമുക്ക് ഓക്കെ ബൈ. പോയി ടാറ്റാ. തുറന്നോടാ. തുറക്കുന്നു, ബാഗ് എടുക്കുന്നു. എന്തായാലും ഉത്സവം ഒരു 2 ദിവസം മുമ്പേ വരും. തൂത്ത് വരേണ്ടതുണ്ട്. അതെ, എല്ലാം അടിച്ചു വരാനുണ്ട്. തുടയ്ക്കണം. ആന്റി ഇല്ല, ആന്റി ഇല്ല, പുറത്തും തൂക്കിയാൽ വേണം. പള്ളിയോട്ടയിലാണ് കേട്ടോ. ബൈ. ശരി. ബൈ. ഹായ് ഗൈസ്, നമ്മൾ വീട്ടിൽ വന്ന് തിരിച്ച് 9:30-10 മണി ആയിട്ടുണ്ട് ഇപ്പം. ഓക്കെ മോളെ, ഞാൻ ആദ്യമായിട്ട് എൻ്റെ ഇതിനകത്തല്ല ഇപ്പം ഇങ്ങനെ ഒരു ഒഫീഷ്യൽ ബൈ പറയാൻ പോകുന്നത്. ബൈ ഗൈസ്. ബൈ.